CPM കോട്ടയം ജില്ലാ സെക്രട്ടറി A.V. റസൽ അന്തരിച്ചു. അർബുദബാധിതനായി ചികിത്സയിലിരിക്കെ ചെന്നൈ അപ്പോളോ ആശുപത്രിയിലായിരുന്നു അന്ത്യം. 63 വയസ്സായിരുന്നു. മൃതദേഹം നാളെ നാട്ടിലെത്തിക്കും. ഞായറാഴ്ച 12 മണിക്കാണ് സംസ്കാരം. പ്രിയ നേതാവിന്റെ വേർപാടിന്റെ വേദനയിലാണ് CPM നേതാക്കളും അണികളും. പതിറ്റാണ്ടുകളായി CPM-ന്റെയും ഇടതുമുന്നണിയുടെയും കരുത്തനായ നേതാവിന്റെ വിയോഗം ഏറെ അപ്രതീക്ഷിതമായിരുന്നു. 7 വർഷമായി അസുഖബാധിതനായിരുന്നെങ്കിലും ചികിത്സയ്ക്കായി ചെറിയ ഇടവേളയെടുത്ത് പാർട്ടി പ്രവർത്തനങ്ങളിൽ സജീവമാകുന്ന റസലിനെയാണ് പാർട്ടിക്കാർക്ക് പരിചയം. അടിയന്തര ശസ്ത്രക്രിയ പൂർത്തിയാക്കി ചെന്നൈയിൽ നിന്നും മടങ്ങാനിരിക്കെയാണ് മരണം. ഹൃദയാഘാതമാണ് മരണകാരണം. മന്ത്രി VN വാസവൻ അടക്കമുള്ള നേതാക്കൾ ചെന്നൈയിലേക്ക് തിരിച്ചു. മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ളവർ അനുശോചനം രേഖപ്പെടുത്തി. പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറി എന്ന നിലക്ക് സ്തുത്യർഹമായ സേവനമായിരുന്നു സഖാവ് റസൽ നിർവഹിച്ചു പോരുന്നത്. ആ ഘട്ടത്തിലുള്ള വിയോഗം പാർട്ടിക്ക് കനത്ത പ്രയാസമുണ്ടാക്കുന്നതാണ്. ഉജ്ജ്വലമായ രീതിയിലുള്ള പ്രവർത്തനത്തിലൂടെ ജനങ്ങളുടെ കണ്ണിലുണ്ണിയായിട്ട് വളർന്നു വന്ന സഖാവ് റസലിൻ്റെ വിയോഗം ജനങ്ങളിൽ വലിയ പ്രയാസമാണ്, ദുഃഖമാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. അങ്ങനൊരു വേർപാട് ഒരിക്കലും പ്രതീക്ഷിക്കാത്ത തരത്തിൽ വരുമ്പോൾ ഉണ്ടാകുന്ന വിഷമവും വേദനയും എല്ലാം ഞങ്ങളിലെല്ലാം ഉണ്ട്. പ്രത്യേകിച്ച് എനിക്കൊരു സഹോദരനായിരുന്നു. കേരള കോൺഗ്രസിന്റെ മുന്നണി മാറ്റത്തിൽ വാസവനൊപ്പം നിർണായക നീക്കങ്ങൾ നടത്തി. പ്രതികരണങ്ങളിൽ വിവാദമുണ്ടാകാതിരിക്കാൻ ജാഗ്രത പുലർത്തിയ നേതാവായിരുന്നു റസൽ. 1981 പാർട്ടി അംഗമായ റസൽ 12 വർഷം ചങ്ങനാശ്ശേരി ഏരിയ സെക്രട്ടറിയായി. 12 വർഷമായി ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം. 24 വർഷമായി ജില്ലാ കമ്മിറ്റിയിലും റസൽ തുടർന്നു. DYFIയിലും CITUയിലും ചുമതലകൾ വഹിച്ചു. സമരങ്ങളിൽ പങ്കെടുത്ത് ജയിൽവാസവും പോലീസ് നടപടിക്കും ഇരയായിട്ടുണ്ട്. 2006 ചങ്ങനാശ്ശേരിയിൽ നിന്നും നിയമസഭയിലേക്ക് മത്സരിച്ചു തോറ്റു. ജില്ലാ പഞ്ചായത്ത് അംഗമായും അർബൻ ബാങ്ക് പ്രസിഡന്റായും തെരഞ്ഞെടുക്കപ്പെട്ടു. കഴിഞ്ഞ ജനുവരിയിൽ നടന്ന ജില്ലാ സമ്മേളനത്തിലാണ് വീണ്ടും സെക്രട്ടറിയായത്. മീഡിയ 1 കോട്ടയം.